സഹോദരൻ ചോദിച്ചൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായിരുന്നു, ഇസ്ലാമിലേക്കായിരുന്നു ക്ഷണിച്ചിരുന്നത്. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഷിയ, സുന്നി, മുജാഹിദ്, ഖാദിയാനി, തബ്ലീഗ്, തരീഖത്ത്, സൂഫിസം എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇസ്ലാമിൽ കക്ഷിത്വം പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള വിശദീകരണം എന്താണ്? സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണിത്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം മാത്രം പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇരുന്നപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വനബിയുഹാ വാഹിദ് വഖിബ്ലതുഹാ വാഹിദ വകിതാബുഹാ വാഹിദ്. ഒരു വേദഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന, ഒരു പ്രവാചകനെ അംഗീകരിക്കുന്ന, ഒരു ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്തിൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. സതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു റസൂലുള്ളാഹി പറഞ്ഞു. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഖുർആനിലും അല്ലാഹ് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് വ്യക്തമാണ്. എങ്ങനെ ഉണ്ടാകും? അദ്ദേഹത്തിന് ചിന്തിച്ചിട്ടൊരു ഉത്തരം കൃത്യമായി കിട്ടിയില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. യാ അമീറുൽ മുഅ്മിനീൻ, ഓ വിശ്വാസികളുടെ നേതാവേ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ റസൂലുള്ളാഹിന്റെ സമൂഹം, റസൂലുള്ളാഹിന്റെ സഹാബത്ത്, ആ സഹാബത്തിനിടയിലേക്കാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തെടുത്താലും അത് ഇന്ന വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്, ഇന്ന ആളുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മുടെ കാലശേഷം കുറച്ച് ആളുകളോട് വരും. അവർ യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും. പക്ഷെ വലാ യദ്റൂന ഫീ മനസൽ, ഏത് വിഷയത്തിലാണ് ഇന്ന ആയത്തിറങ്ങിയതെന്ന് അവർക്കറിയില്ല. അങ്ങനെ അറിയാതെ വരുമ്പോ അവർക്ക് ആ ആയത്തിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാകും, വേറെ ആളുകൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ഒരേ ആയത്തിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാഫാകും, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ സാധാരണക്കാർ പറയാനുള്ളത് സുന്നിണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്. ഇതിൽ സഹോദരൻ ഖാദിയാനിയെ ഉൾപ്പെടുത്തിയ ശരിയല്ല. കാരണം ഖാദിയാനി മുസ്ലിം അല്ല. ഖാദിയാനി ഇസ്ലാമെന്ന് പുറത്തുള്ള കാഫിർ ആയ കക്ഷികളാണ്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഇതുണ്ട്. അപ്പോ സുന്നിണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്, തബ്ലീഗുണ്ട്, എല്ലാവരും ഖുർആനാ ഓതുന്നത്, എല്ലാവരും പറയണം ഞങ്ങളാണ് ശരി എന്നാണ്. ഞാൻ പറഞ്ഞ സാധാരണക്കാരെന്താ ചെയ്യുക? സാധാരണക്കാരൊന്നും ചെയ്യാറില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. ഏത് ആളുകൾ ഖുർആൻ ഓതുകയാണെങ്കിലും, അതേത് പാർട്ടിക്കാർ ഓതുകയാണെങ്കിലും, ഈ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുത്തപ്പോൾ ആ പ്രവാചകന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഓഡിയൻസ് ആയ റസൂലുള്ളാഹിന്റെ സഹാബത്ത്, ആ പ്രവാചകന്റെ സഹാബത്ത് ഇത് എങ്ങനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടു, ആ സഹാബത്തിന് താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, തബഅ താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അവർ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം എന്താണ് എന്ന് ആര് വിശദീകരിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തെളിവുണ്ടോ എന്ന് കൊട്ടപ്പുറത്ത് വെച്ച് സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തിന് ചോദിച്ചപ്പോ, ഉണ്ട് മൗലവി, ഉണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഓതി ആയത്താണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന ആയത്ത്. ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? വസ്അൽ, നീ ചോദിച്ചു നോക്കൂ, മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ എന്നാണ് ആയത്തിന്റെ പകുതിയാണ്. ആയത്തിന് നേർക്കുനേരുള്ള അർത്ഥം അതാണ്. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ എന്താ? റസൂലുള്ളാഹിക്ക് മുമ്പുള്ള നബിമാരൊക്കെ മരിച്ചുപോയല്ലോ. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ് ഇതിൽ അപവാദമുള്ളത്.
ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയി. അപ്പൊ മരിച്ച നബിമാരോട് ചോദിക്കാൻ തന്നെയല്ലേ അള്ള പറയണത്? അപ്പൊ മരിച്ചവരോട് ചോദിക്കാൻ ഖുർആനിൽ തെളിവുണ്ടല്ലോ എന്ന് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചിന്തിക്കേണ്ടത്? അങ്ങനെ ആയത്തിന് അർത്ഥം ഇല്ല എന്നാണോ പറയേണ്ടത്? ഒന്ന്, ആയത്തിന്റെ ബാക്കി ഓതിയാൽ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാകും. രണ്ടാമത്തത്, ഈ ആയത്ത് റസൂലുള്ള സഹാബത്തിന് ഓതിക്കൊടുത്തല്ലോ, ഓതിക്കൊടുത്തു. ഈ പ്രവാചകൻ ഈ ആയത്ത് ഓതിക്കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഈ ആയത്തിൽ എന്ത് മനസ്സിലാക്കി, റസൂലുള്ള എന്ത് മനസ്സിലാക്കി, അതിന് തഫ്സീർ നോക്കിയാൽ കാണാൻ കഴിയും. അതാ നമ്മൾ പറഞ്ഞു, മുജാഹിദീങ്ങള് ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ അവർ സ്വന്തമായി അർത്ഥം പറയാറില്ല. അങ്ങനെ ചില ആളുകൾ പറയും, മുജാഹിദീങ്ങൾ കിതാബ് ഓതൂല, ഒരു ബുക്ക് വായിച്ച് പറയാന്ന. ബുക്കിന്റെ അറബിയാണ് കിതാബ് എന്നുള്ളത്. സാധാരണ മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന ഏതായത്താണ് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആയത്തോതും അത് മുജാഹിദുകൾ കണ്ടെത്ത ആശയമല്ല, ലോകത്ത് 14 നൂറ്റാണ്ടായി നടന്നു വരുന്ന ആശയമാണത്. അപ്പൊ ഈ ആയത്ത് അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തെളിവുദ്ധരിക്കുമ്പോൾ നമ്മളെന്താ, ഞാൻ സുന്നിയാണ്, മുജാഹിദാണ്, എല്ലാവരും പറഞ്ഞ ഖുർആൻ ഓതുകയാണ്, അതുകൊണ്ട് ഞാനെന്താ ചെയ്യുക എന്ന് ബേജാറായി നിൽക്കല്ല. നിങ്ങൾ അന്വേഷിക്കണം, ഈ ആയത്ത് വിശദീകരിച്ച് ലോകത്ത് മുഫസ്സിറുകളുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ടല്ലോ, താബീങ്ങളുണ്ടല്ലോ, തബാത്ത്, അവർക്കൊന്നും കിട്ടാത്ത നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവർക്കൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് അള്ളാഹു അല്ലാത്ത അമ്പിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട റസൂലുള്ളയാണ്. റസൂലുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കണം, സഹാബത്താണ്, സഹാബത്ത് മാതൃക കാണിച്ചു തരണം. 2 വിശദീകരണം മാത്രമേ ആയത്തിന് വിശദീകരണം നമുക്ക് കിട്ടുള്ളൂ. ഒന്ന്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക റസൂല എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണ്? വസ്അലിൽ ഖറിയ, ആ ഗ്രാമത്തോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ഗ്രാമവാസികളോട് ചോദിച്ചു നോക്കുക. അതുപോലെ ഇവിടെ അമ്പിയാക്കന്മാരോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരോട് നേരിട്ട് ചോദിക്കാനല്ലേ, നേരെ മറിച്ച് അമ്പിയാക്കന്മാരുടെ സമുദായം ഇവിടെ ജീവിച്ചിരിക്കുന്നതിന് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കൂ. ഇതാണ് സഹാബത്തും താബീങ്ങളും മനസ്സിലാക്കി ഒന്നാമത്തെ വിശദീകരണം. അപ്പൊ റസൂലുള്ളാഹി അമ്പിയാക്കന്മാരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ നേരിട്ട് അവരോട് പോയി നബിയെ എന്താണ്, അല്ലെങ്കിൽ മുസാ നബി എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിരുന്ന മുസാ നബിയെ എന്ന് ചോദിക്കാനില്ല. മുസാ നബിയുടെ അനുയായികൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, സത്യസന്ധരായ അവരിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ടാകും. രണ്ടാമത്തെ വിശദീകരണം, റസൂൽ മിഅ്റാജിന് പോയി, ഇസ്രാ കഴിഞ്ഞും അവിടെ ബൈത്തുൽ മഖ്ദിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പിയാക്കന്മാരെ മുഴുവനും ഒരു മുഅ്ജിസത്തായിക്കൊണ്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. എന്നിട്ട് റസൂൽ അവർക്ക് ഇമാമായി നിസ്കരിച്ചതിന് ശേഷം അള്ളാഹ് പറഞ്ഞു, വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക, എല്ലാ നബിമാരും ഇവിടെ ഉണ്ട്, ഹാജറുണ്ട്, വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ. പക്ഷെ ഹദീസിൽ കാണുന്ന നബി അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ആയത്ത് കേട്ടിട്ട് അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും ആയത്തല്ലേ ഓതുന്നത് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഖാദിയാനികൾ ആയത്ത് ഓതാറുണ്ട്. റസൂലുള്ളാഹിക്ക് ശേഷം ഇനിയും പ്രവാചകൻ വരും, ഖാത്തമുൻ നബിയീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ നബിയാണ് എന്ന് പറയാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ആയത്ത് റസൂലുള്ളാഹി അവസാനത്തെ നബി അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്ത് ഓതുന്നു. അപ്പൊ അത് ആയത്തല്ലേ എന്ന് വിചാരിച്ചൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഈ ആയത്ത് വിശദീകരിച്ച് റസൂലുള്ളാഹി എന്ത് പറഞ്ഞു നോക്കിയാൽ മതി. അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ ആര് വിളിച്ച് അങ്ങനെയാണ് കക്ഷികളുണ്ടായത്. അപ്പൊ ഇവിടെ സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാവരും ആയത്ത് ഓതുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, സലഫികൾ ഓതുന്ന ആയത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ സലഫികൾ ഓതുമ്പോൾ അവർ സ്വന്തമായി വ്യാഖ്യാനം പറയുന്നതല്ല, സഹാബത്തും താബീകളും പറഞ്ഞ വ്യാഖ്യാനാണ് അവർ പറയാ. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവ് ധരിക്കുന്ന ആളുകൾക്ക് ഓരോറ്റ തഫ്സീറിലും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബിദിനാഘോഷവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ഈ അടുത്ത് നടന്ന സംവാദമുണ്ട്. അത് നമ്മൾ ചോദിച്ചു, അള്ളാഹു പ്രവാചകന്റെ നബിദിനാഘോഷിക്ക വബിദാലിക ഫൽയഫ്റഹൂ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുന്നു ഖുർആനിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദ്യം എന്തായിരുന്നു, ആ ആയത്ത് വിശദീകരിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ 14 നൂറ്റാണ്ടിന് പ്രായമുള്ള ഈ സമുദായത്തിൽ ഏതെങ്കിലും മുഫസ്സിർ ഉണ്ടോ ചോദിച്ചിട്ട് അവർ മറുപടി തരും, അതിനിപ്പോ എന്താ മുഫസ്സിറിന്റെ ആവശ്യം, ആയത്ത് തന്നെ വ്യക്തല്ലേ എന്നാ. ആ മുസ്ലിയാർക്ക് മുഫസ്സിറിൽ ലോകത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് സലഫികളുടെ പ്രത്യേകത. അതുകൊണ്ട് ആയത്തും ഹദീസും ആരും ഓതുന്നില്ല, ആയത്തും ഹദീസും ഓതിക്കഴിഞ്ഞ് അവർ നൽകിയ വിശദീകരണം ലോകത്ത് ആര് പറഞ്ഞിട്ടുണ്ടോ, നബി കൊടുത്തിട്ടുണ്ടോ, സഹാബത്ത് കൊടുത്തിട്ടുണ്ടോ, താബികൾ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എല്ലാ മുസ്ലിമീങ്ങളും ഒന്നാവും. പക്ഷെ സ്വന്തം സ്വാർത്ഥതയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ ഭിന്നിച്ചു പോവുകയാണ്. അത് അള്ളാഹ് പറഞ്ഞതാണ്, വലാ യസാലൂന മുഖ്തലിഫീൻ,
അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഭിന്നിപ്പിന് നമ്മൾ ബേജാറായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എടുക്കുന്ന നിലപാട് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ നിലപാടാണ്, നോക്കിയാൽ മതി. അതാണ് നമ്മുടെ പരലോകം ഉണ്ടാവും. ഒരുപാട് കക്ഷിയുണ്ട്. ഇനി ഞാൻ ഒരു കക്ഷിയിൽ ഞാൻ പെരുകി കുത്തിരിക്കാന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞതാണ് ഭിന്നിപ്പുണ്ടാകും. ഭിന്നിപ്പുണ്ടാകുമ്പോൾ അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാ റാഷിദിന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅല്ലു അലൈഹാ ബിൻ നവാജിദ്, അതിനെ അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിക്കുക, ഒരു ലൂസാക്കാനും പാടില്ല. അതാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. ഇൻഷാ അല്ലാഹ്